സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് പാർട്ടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ഒരു സെഷൻ ആയിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ നമ്മുടെ ലക്ഷ്മണസ്വാമി മുതലിയാർ, ശരിയല്ലേ? ലക്ഷ്മണസ്വാമി മുതലിയാർ. നെക്സ്റ്റ്, കമ്മീഷന്റെ ശുപാർശ പ്രകാരം സെക്കൻഡറി വിദ്യാഭ്യാസം ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? കമ്മീഷന്റെ ശുപാർശ പ്രകാരം സെക്കൻഡറി വിദ്യാഭ്യാസം ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്? 11നും 17നും ഇടയിൽ, ശരിയാണോ? ഇനി കമ്മീഷൻ നിർദ്ദേശിച്ച 7 വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ വിഭജനം എങ്ങനെയുള്ളതായിരുന്നു? 7 വർഷം, 3 വർഷം ജൂനിയർ ഹൈസ്കൂളും 4 വർഷം ഹൈസ്കൂളും. ഓപ്ഷൻ എ. നെക്സ്റ്റ്, സെക്കൻഡറി ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എത്ര ഭാഷകൾ പഠിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്? സെക്കൻഡറി ഘട്ടത്തിൽ 3 ഭാഷകൾ അല്ലെ. ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ നിർബന്ധിത വിഷയമാക്കാൻ കമ്മീഷൻ ശുപാർശ ചെയ്തത് എന്ത്? കൃഷി. പെൺകുട്ടികൾക്ക് നിർബന്ധമാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ച വിഷയം? ഹോം സയൻസ്. പാഠപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഹൈ പവർ കമ്മിറ്റി ഉൾപ്പെടാത്ത വ്യക്തി? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ വർഷത്തിൽ കുറഞ്ഞത് എത്ര തവണ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം? 2 തവണ. പരീക്ഷാ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിനായി ബാഹ്യ പരീക്ഷകളുടെ എണ്ണം കുറച്ച് ഏതുതരം പരീക്ഷണങ്ങളാണ് ഏർപ്പെടുത്താൻ കമ്മീഷൻ നിർദ്ദേശിച്ചത്? ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ സെക്രട്ടറി ആരായിരുന്നു? എൻ ബസു. കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ലോവർ സെക്കൻഡറി ഘട്ടത്തിൽ കുറഞ്ഞത് എത്ര ഭാഷകൾ പഠിച്ചിരിക്കണം? 2. വലിയ നഗരങ്ങളിൽ പ്രാദേശിക ജനങ്ങളുടെ ആവശ്യപ്രകാരം ഏത് മേഖലകളിൽ സ്ഥാപിക്കണമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്? സാങ്കേതിക മേഖലകൾ അല്ലെ. ലോവർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത വിഷയം ഏത്? സാമൂഹിക ശാസ്ത്രവും ജനറൽ സയൻസും സാമൂഹിക പഠനം, സയൻസും സോഷ്യൽ സ്റ്റഡീസ്. അധ്യാപന രീതിയിൽ വാചാലതയിൽ നിന്ന് മാറ്റി ഏത് രീതി ഉപയോഗിക്കാനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്? പ്രവർത്തന രീതിയും പ്രൊജക്ട് രീതിയും. വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത താല്പര്യങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് ഏതുതരം സ്കൂളുകൾ തുറക്കാനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്? മൾട്ടിപർപ്പസ്. വിദ്യാർത്ഥികളുടെ പ്രതിദിന പുരോഗതിയും വിവരങ്ങളും രേഖപ്പെടുത്താൻ സൂക്ഷിക്കേണ്ടത് എന്താണ്? പ്രോഗ്രസ് കാർഡ് അല്ല, സ്കൂൾ റെക്കോർഡാണ്. സ്കൂൾ റെക്കോർഡ് എന്നേ ഉള്ളൂ. ഞാനത് പ്രോഗ്രസ് കാർഡായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സ്കൂൾ റെക്കോർഡ് സൂക്ഷിക്കണം. താഴെ പറയുന്നവയിൽ മുതലിയാർ കമ്മീഷന്റെ ഒരു പ്രധാനപ്പെട്ട കുറവായി ചൂണ്ടിക്കാണപ്പെടുന്നത്? സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ഒരിക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട പാഠപുസ്തകം എപ്പോൾ മാറ്റണം? പെട്ടെന്ന് ഉടൻ മാറ്റേണ്ട ആവശ്യം ഇല്ല. മുതലിയാർ കമ്മീഷൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി. കേവലം പരീക്ഷകൾ ഉയർന്ന മാർക്ക് നേടാൻ മാത്രം പ്രാപ്തരാക്കുക, ബാക്കി 3 പഠിച്ചു വെക്കണം. ലീഡർഷിപ്പും തൊഴിൽപരം ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുക. അധ്യക്ഷനായ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷം? 53. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം? ഓപ്ഷൻ ബി. സെക്കൻഡറി വിദ്യാഭ്യാസം അളക്കുകയും അത് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരവും തൊഴിൽപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകതയുടെ അടിവരയിട്ട കമ്മീഷൻ എന്താണ്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന്റെ മെറിറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? അതിപ്പോ നമ്മൾ പറഞ്ഞതിനകത്ത് ഒന്നുകൂടെ വന്നിട്ടുണ്ട്, ഞാൻ ഇത് വീണ്ടും കൊടുത്തു, അതുകൊണ്ടാണ്. ദെൻ ഡീമെറിറ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഏതാ? ഫണ്ടിന്റെ അഭാവവും തീവ്രമായി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ സമീപന ഇല്ലായ്മയും. പൊതു സ്കൂൾ സംവിധാനം, പുതിയ സ്കൂളുകൾ സ്ഥാപിക്കൽ, അധ്യാപകർ സ്ഥാനക്കയറ്റം എന്നിവയിൽ നിരവധി ശുപാർശകൾ നൽകിയ കമ്മീഷൻ ഏതാണ്?
മുതലിയാർ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സാട്ട്ലർ കമ്മീഷൻ, വാർദ കമ്മീഷൻ. മുതലിയാർ. നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 26 ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക് ഇതിനകത്ത്? ഫുൾ മാർക്ക്. സൂപ്പർ, വെരി ഗുഡ്. ഫുൾ മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ ഇതെടുക്കും. ഇനി 1-2 ടോപ്പിക് കൂടെ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു. റിവിഷൻ പറയാം.